നിങ്ങളുടെ ആ ഒരു എന്താ പറയാ അതിനെ കാണുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നു. അതിലൊന്നും തർക്കമൊന്നും ഞാൻ പറയാം. അത് നിങ്ങളുടെ അവകാശമാണ് അങ്ങനെ കാണുക, അതിനെ ആ രീതിയിൽ വിലയിരുത്തുക എന്നുള്ളത്. പക്ഷെ അപ്പോഴും എനിക്ക് അതിനുള്ള വിയോജിപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഹിജാബിന്റെ വിഷയം നമ്മളൊന്ന് എടുത്തു നോക്കാം. അപ്പൊ ഹിജാബ് ഊരാനുള്ള ഒരു സംഗതി, അല്ലെങ്കിൽ ഹിജാബ് ഇടിയിക്കരുത് എന്ന് പറയുന്ന ഒരു സംഗതി വരുമ്പോൾ ഇവിടെ വലിയ പ്രക്ഷോഭങ്ങളാണ്. പക്ഷെ നിർബന്ധിച്ച് ഹിജാബ് ഇട്ടത് എവിടെയെങ്കിലും ചർച്ചയായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് ആവാത്തത്? അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ കാണാം. ഒന്ന്, അത് അങ്ങനെ ആകുന്നില്ലല്ലോ, അപ്പൊ അതൊരു നല്ല കാര്യമല്ലേ? അത്തരം വിഷയങ്ങളൊന്നും ഇതേപോലെ തീ കത്തിക്കുന്ന വിഷയങ്ങളാക്കി മാറ്റാത്തതിൽ ആ സമൂഹത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതങ്ങനെ കാണാം. മറിച്ച് മറ്റൊരു രീതിയിലും അതിനെ കാണാം. എങ്ങനെയാണ്? ഇത് കണ്ടില്ലേ, അത് വേണമെങ്കിൽ അത് കത്തിക്കണം, നമുക്ക് അതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം എന്ന രീതിയിൽ വേണമെങ്കിൽ അതിനെ കാണാം. അപ്പൊ ഞാനിവിടെ പറയുന്നത്, നമ്മൾ എന്തിനാണ് ഈ ഹെയ്റ്റ് അതിനകത്ത് ഉണ്ടാക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഈ ഒരു വിഷയം, ഇപ്പൊ സ്വർണ്ണപ്പാളിയുടെ കാര്യം പറയുമ്പോഴും ഞാൻ പറയുന്നതാണ്, ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആ വിഷയത്തെ അത്രയും ലാഘവത്തോടുകൂടി കാണുന്നു, ആ രീതിയിൽ അവർ എടുക്കുന്നുള്ളൂ എന്ന് വരുമ്പോൾ, അതുകൊണ്ട് തന്നെ ഇത് വലിയ ചർച്ചയാകാതെ പോകുന്നുണ്ട്. ഇതുപോലെ പല കള്ളന്മാർക്ക് ഇത് കട്ടുകൊണ്ടു പോകാനുള്ള വഴിയായിട്ട് മാറുന്നു. അപ്പോൾ അത് വേറെ തന്നെ ഒരു വിഷയമാണ്. അതിൽ എത്ര ഇന്റൻസിറ്റിയിൽ അതിനോട് പ്രതികരിക്കണം എന്നുള്ളത് അത് ആ സമൂഹമാണ് തീരുമാനിക്കേണ്ടത്. അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് വിടുക എന്നുള്ളതാണ് ഞാൻ പറയാം. പക്ഷെ അപ്പോഴും ഒരു അക്കൗണ്ടബിലിറ്റി അവിടെ വരുന്നുണ്ട്. അത് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട്, അത് പൊതുസമൂഹത്തിനുണ്ട്, അത് ഉത്തരവാദിത്തപ്പെട്ട ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ മറുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കുണ്ട്. അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്.